Hello everyone, welcome back to the tutorial on database management system. Today we are going to discuss about what is functional dependency in DBMS. Last class നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർമലൈസേഷൻ ആയിരുന്നു. എന്താണ് നോർമലൈസേഷൻ? നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷണൽ സ്കീമിലുള്ള ഡാറ്റ റിഡൻഡൻസിനെ റിമൂവ് ചെയ്യാം. അതിനോടൊപ്പം അനോമലീസ് ആയ ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേറ്റ് അനോമലീസിനെ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പോൾ ആ നോർമലൈസേഷൻ വീഡിയോ ജസ്റ്റ് കാണാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെ നോർമലൈസേഷൻ ചെയ്യാം എന്നത് അറിയണമെങ്കിൽ ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെ ബേസിക് അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഫങ്ഷണൽ ഡിപെൻഡൻസി, എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു റിലേഷൻ അഥവാ ടേബിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫങ്ഷണൽ ഡിപെൻഡൻസിനെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുക. അത് തന്നിരിക്കുന്നത് ഫങ്ഷണൽ ഡിപെൻഡൻസി ആണോ അല്ലെങ്കിൽ അല്ലയോ, അതായത് ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ആ ഓരോ റൂൾ എഴുതി കഴിഞ്ഞാൽ അത് ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെ റൂള് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. Let us go to the video. What is functional dependency? Functional dependency ന്റെ definition നോക്കാം. Simple ആയിട്ട് പറയുകയാണെങ്കിൽ functional dependency is a relationship between two set of attributes in a relation or a table. അതായത് ഒരു റിലേഷൻ അഥവാ ടേബിൾ ഉണ്ടെങ്കിൽ അതിലെ ടു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനിടയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഫങ്ഷണൽ ഡിപെൻഡൻസി. ആ പേരിൽ തന്നെ ഉണ്ട് ഫങ്ഷണൽ ഡിപെൻഡൻസി. ഏതൊരു സംഭവം വേറൊന്നിനെ ഡിപ്പെൻഡന്റ് ചെയ്യുന്ന. എന്താണ് ഡിപ്പെൻഡന്റ് ചെയ്യുന്നത്? ഒരു ടു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വേറൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഡിപ്പെൻഡന്റ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുക ഏറോ മാർക്ക് വെച്ചിട്ടാണ്. എക്സ് ഇംപ്ലൈസ് വൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, വൈ എന്ന് പറയുന്നത് വേറൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല. എക്സും വൈയും ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല, ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനിടയിലുള്ള റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FD അഥവാ ഫങ്ഷണൽ ഡിപെൻഡൻസി എന്നാണ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ് ഇംപ്ലൈസ് വൈ എന്ന് ഞാൻ എഴുതി. അപ്പോൾ എക്സ് ഈസ് ഫങ്ഷണലി ഡിറ്റർമൈൻ വൈ, അങ്ങനെയാണ് പറയുക. അതായത് എക്സ് എന്ന് പറയുന്നത് വൈനെ എന്ത് ചെയ്യുന്നു? ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യുന്നു. അതായത് വൈ ഫങ്ഷണലി ഡിപെൻഡന്റ് അപ്പോൺ എക്സ്. വൈ എന്ന് പറയുന്നത് ഫങ്ഷണലി എക്സിനെ ഡിപെൻഡന്റ് ചെയ്യുന്നു. അപ്പോൾ എക്സിനെ ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട് എന്ന് പറയും. കാരണം എക്സ് ആണ് വൈനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ എക്സിന്റെ വാല്യൂ ആയിരിക്കും യുണീക്ക് വാല്യൂ. അതുകൊണ്ട് എക്സ് എന്താവും? വൈനെ ഡിറ്റർമൈൻ ചെയ്യും. എക്സ് ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട് എന്ന് പറയും. വൈ എന്ന് പറയുന്നത് എന്താ? ഡിപെൻഡന്റ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഫൈൻ. അപ്പോൾ എക്സ് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നത് രണ്ട് ടു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ലെഫ്റ്റ് സൈഡ് എക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ടും വൈ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എക്സിനെ എന്ത് ചെയ്യും? ഡിപെൻഡന്റ് ചെയ്യും. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ആവുന്നത്, നിങ്ങൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസ് എടുത്ത് നോക്ക്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ശരിക്കും എക്സും വൈയും നമ്മൾ സോൾവ് ചെയ്യാനിരിക്കുക. അപ്പൊ എക്സും വൈ ഉണ്ടെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സ് നിന്ന് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്താ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എക്സിൽ നിന്ന്. അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല. അതായത് അതേമാതിരി എക്സും വൈ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വൈ വാല്യൂ റിലേഷനിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. സെർച്ചിങ് പ്രോസസ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ അല്ല, ജസ്റ്റ് സെർച്ചിങ് പ്രോസസ്. ഒരു എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫങ്ഷണലി ഡിറ്റർമൈൻ വൈ. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വൈ വാല്യൂ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വൈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ടേബിൾ, രണ്ട് ടേബിൾ കാണുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ടേബിളിൽ നിന്നാണ് ഒരു റിലേഷൻ എടുത്തു. ആ റിലേഷനിൽ എന്താ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്ന ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള മാത്രമല്ല, എക്സും വൈയും എന്താവാം? സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആവാം. പക്ഷെ ഇവിടെ എക്സ് വൈ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ എടുത്തത്. രണ്ട് കോളം, അതായത് രണ്ട് ആട്രിബ്യൂട്ട്, എക്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, വൈ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇതാണ് നമ്മളെ ടേബിൾ. ടേബിൾ എന്നാണ് നമ്മളെ റിലേഷൻ. അപ്പോൾ ഈ റിലേഷനിലെ ഫങ്ഷണൽ ഡിപെൻഡൻസി, ഈ ടേബിളിലെ എക്സും വൈയും ഫങ്ഷണലി ഡിപെൻഡന്റ് ആണോ, അല്ലെങ്കിൽ എക്സ് ഇംപ്ലൈസ് വൈ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് എക്സിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് വൈന്റെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ഞാൻ എക്സിന്റെ വാല്യൂ 3 ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞു. എക്സിന്റെ വാല്യൂ 3 ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയുക എന്താണ്?
അതിന്റെ y വാല്യൂ 4 ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ എന്താ? എക്സിന്റെ വാല്യൂ 3 ആണെങ്കിൽ yന്റെ വാല്യൂ എന്താ? 4 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എക്സിന്റെ വാല്യൂ 3, then y is equal to 4. ഇനി ഞാൻ ചോദിക്കാം, എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ, ഇവിടെ ഇപ്പോ റെഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ yന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താ ഇവിടെ എന്താ? 6 ആണ്. ഒരു ഡൗട്ടും ഇല്ല, കാരണം രണ്ടിടത്ത് 1 ആണെങ്കിൽ എന്താ? 6 ആണ്. അപ്പോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നു, പക്ഷെ ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, ആ റിപ്പീറ്റേഷൻ വന്നപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ എന്താ? സെയിം വാല്യൂ ആണ് വന്നത്. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അത് എക്സ് ഇംപ്ലൈസ് y എന്ന് പറഞ്ഞ് നമുക്ക് ഫങ്ഷണൽ ഡിപെൻഡൻസീസ് എഴുതാം. അത് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുണീക്കലി ഡിറ്റർമിൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ അഥവാ റിപ്പീറ്റഡ് വാല്യൂസ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എക്സ് എന്ന് പറയുന്നത് യുണീക്കലി ഡിറ്റർമൈൻസ് y ആട്രിബ്യൂട്ട്. കാരണം 1ന്റെ വാല്യൂ എന്താ? ഇവിടെ 1 ഉണ്ടെങ്കിൽ അവിടെ 6 ആണ്. ഇവിടെയും കറസ്പോണ്ടിങ് 1 എന്താണ്? 6 ആണ്. ഡിഫറെന്റ് വാല്യൂ അല്ല. ഇനിയിപ്പോ ഇത് ഡിഫറെന്റ് ആയിട്ട് വരുവാണെങ്കിൽ എക്സ് ഈസ് ഫങ്ഷണലി ഡിറ്റർമൈൻ y എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതെന്താ? ഡിഫറെന്റ് വാല്യൂസ് ആണ്. അപ്പൊ ആ ടേബിള് ആ ഫങ്ഷണൽ ഡിപെൻഡൻസി എക്സ് ഇംപ്ലൈസ് y എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പൊ ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻസ് ആണ്. ഇതിപ്പം എല്ലാം യുണീക്ക് ആയിട്ടാണ് ഉള്ളതെങ്കിൽ, ഇവിടെ ഇപ്പൊ 1 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന കേസ് ആകുമ്പോഴാണ് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടു. ഇതിപ്പം എല്ലാം യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആണ്, 1 ഇല്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറസ്പോണ്ടിങ് അതിന്റെ വാല്യൂ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നും ചെക്ക് ചെയ്യേണ്ട, അതെന്താ? ആ ടേബിള് ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. പക്ഷേ ഈ റിപ്പീറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് വാല്യൂസ് വരുവാണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ഫങ്ഷണൽ ഡിപെൻഡൻസി ആണോ അല്ലയോ. ആ കണ്ടീഷൻ ആണ് ഇത്. ഇഫ് t1 of x is equal to t2 of x, then t1 of y equal to t2 of y. t1 t2 എന്ന് പറഞ്ഞാൽ ടിപ്പിൾസ് അഥവാ റോസ്. ഇതാണ് ഫസ്റ്റ് ടിപ്പിൾ. ഏതാ ഇത്? എത്ര ടിപ്പിൾ എന്ന് പറഞ്ഞാൽ റോ ആണ്. ഓരോ റോയിനെയാണ് ടിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് t1 of x, ഫസ്റ്റ് ടിപ്പിൾ. അപ്പോൾ ഓരോ ടിപ്പിളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും t1 of x ഉം t2 of x ഉം ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ t1 of x, ഫസ്റ്റ് കേസിൽ t1 of x എന്താണ്? t1 of x equal to 1. t1 of x equal to 1. Then ഇവിടെ t2 of x, ഈ രണ്ട് ടിപ്പിൾസ് ആണ് നിങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക. t2 of x 3 ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? t1 of x ഉം t2 of x ഉം ഈക്വൽ ആണ് എന്നാണ് ഒരു കേസ് ഉണ്ടെങ്കിൽ എന്തായാലും t1 of y ഉം t2 of y ഉം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലാത്ത കേസിൽ y വാല്യൂ ഈക്വൽ ആവാം, അല്ലാതെയും ആവാം. അതിനൊരു കണ്ടീഷൻസ് ഇല്ല. കാരണം t1 of x ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂസ് ഈക്വൽ ആവണം. അല്ലാത്ത കേസ് നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. അപ്പൊ ഈ ഒരു t1 of x ഈക്വൽ ടു t2 of x ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ y വാല്യൂ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടേബിൾ എന്താവും? ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. ഇനിയിപ്പോ ഇത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ആദ്യത്തെ ഈ x എന്ന് പറയുന്നതിൽ യുണീക്ക് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം യുണീക്ക് വാല്യൂസ് ആണ്. t1 of x t2 of x ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഷുവർ ആയിട്ടും ആ ടേബിൾ എന്താവും? ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ എന്താണ്? എക്സ് ഇംപ്ലൈസ് y ഫങ്ഷണൽ ഡിപെൻഡൻസി ആണ്. കാരണം 1ന്റെ വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ ഈക്വൽ ആണ്. സോ എക്സ് ഇംപ്ലൈസ് y എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണ്? ട്രൂ ആണ്. ഇനി സെക്കൻഡ് കേസിൽ നോക്ക്. സെക്കൻഡ് കേസിൽ ഞാൻ രണ്ട് ടിപ്പിൾ എടുത്തു. അപ്പോൾ രണ്ട് ടിപ്പിൾ എടുത്തത് ഇവിടെ ഫസ്റ്റ് 2 3 4th 1 and 4th ടിപ്പിൾ ആണ്. അപ്പോൾ രണ്ട് ടിപ്പിൾ, ഇത് t1 എന്ന് പറഞ്ഞ ടിപ്പിൾ, ഇതാണ് t2 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ട് ടിപ്പിൾ നോക്കിയപ്പോൾ t1 of x ഈക്വൽ ടു t2 of x സെയിം ആണ്. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ എന്താണ്? 6ഉം ഇവിടെ എന്താ? 8ഉമാണ്. രണ്ടും എന്താ? ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ എന്താവും? ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ എക്സ് ഇംപ്ലൈസ് y എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് എക്സ് ഇംപ്ലൈസ് y എന്ന് പറഞ്ഞ ഒരു ഫങ്ഷണൽ ഡിപെൻഡൻസി ഇവിടെ ഹോൾഡ് ചെയ്യില്ല. കാരണം എന്താ? എക്സിന് യുണീക്ക് ആയിട്ട് yനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം yന്റെ വാല്യൂ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. തിരിച്ച് y എക്സിനെ ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പം yന്റെ വാല്യൂ
എന്തായിരിക്കണം, ഈക്വൽ ആവണം. അങ്ങനെ ഒരു കേസില്ല. എക്സും വൈയും തമ്മിൽ എക്സ് ഫംഗ്ഷണലി വൈനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ യുണീക്ക് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിൽ അതിന്റെ വൈ വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കാം. അല്ലാത്ത കേസിൽ എന്തായിരിക്കും, ഇപ്പൊ എക്സിന്റെ വാല്യൂ പ്രൈമറി കീ ആണെങ്കിൽ, ഇപ്പൊ ഐ ഡി ഒക്കെ ആണെങ്കിൽ പ്രൈമറി കീ ആയിരിക്കും, അതെന്തായാലും വേറൊരു ആട്രിബ്യൂട്ടിന് എന്താ ഫംഗ്ഷണലി ഡിറ്റർമൈൻ ചെയ്യും, കാരണം യുണീക്ക് വാല്യൂസ് ആ. ഇപ്പൊ ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട കേസ് വരുക, ആ ഫീൽഡിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ആ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ടേബിളിൽ ഫസ്റ്റ് ടേബിളിൽ എക്സും വൈയും ഒരു രണ്ട് ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള ആട്രിബ്യൂട്ടിനിടയിൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ, വൈ വാല്യൂ ഡിഫറെന്റ് ആയതുകൊണ്ട് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യില്ല. ഇവിടെ ഇപ്പം രണ്ട് വണ്ണിനും സെയിം വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ ഫസ്റ്റ് ആട്രിബ്യൂട്ടിന് സെക്കൻഡ് ആട്രിബ്യൂട്ടിന് യുണീക്ക് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ. തിരിച്ച് ഓപ്പോസിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. വൈയും എക്സും, അതായത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സോൾവ് ചെയ്യുന്ന പോലെ, ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെങ്കിൽ രണ്ട് വാല്യൂ ഉണ്ട്. വൈന്റെ വാല്യൂ എക്സ് 5ഉം വൈ 25 ആണെങ്കിൽ എന്താണ്, +1ഉം -5ഉം ഉണ്ടാവും. ഡിഫറെന്റ് വാല്യൂസ് ആവാം, അത് നമ്മൾ നോക്കണ്ട. ഇവിടെ എന്താ, എക്സ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് സെയിം വാല്യൂസ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ എല്ലാ വൈ വാല്യൂസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ഡിഫറെന്റ് ആവരുത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിൽ ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെങ്കിൽ എന്താ, വൈ സ്ക്വയറിന്റെ ഒരു 25, എക്സിന്റെ വാല്യൂ 5ഉം അപ്പൊ വൈന്റെ വാല്യൂ എന്താ 25 ആണ്. അപ്പൊ വൈയിലുള്ള അടുത്തൊക്കെ 25 ആയിരിക്കണം, വേറൊരു വാല്യൂ 35 വരുമോ, ഇല്ല. അതേപോലെയാണ് എന്താ, എക്സിന്റെ വാല്യൂ 1 ഉള്ളിടത്തൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ടേബിളില് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റൂ. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം സിമിലർ ആയിട്ട്. അപ്പൊ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. നമ്മൾ ഇന്ന് പറയുന്നത് സിംഗിൾ ആട്രിബ്യൂട്ട്സ് മാത്രം എടുത്തിട്ടാണ്, പക്ഷെ അതൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, അവിടെയാണ് നമുക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നെ എക്സാമ്പിൾ വരുമ്പോൾ പറയാം, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ സിംഗിൾ ഒരു കേസ് എടുക്കുക. ഇവിടെ ഇപ്പം രണ്ട് ടേബിൾ ഉണ്ട്. രണ്ട് ടേബിളില് സ്റ്റുഡന്റ് റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, ബ്രാഞ്ച്. അപ്പോ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് മാത്രമാണെങ്കിൽ ആ ക്ലാസ്സിലെ റോൾ നമ്പർ എന്താണ്, യുണീക്ക് ആണ്. ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്റെ ക്ലാസ് എടുത്തു, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും റോൾ നമ്പർ എന്താണ്, യുണീക്ക് ആണ്. അപ്പൊ ഞാൻ റോൾ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടി മാത്രമേ ഉണ്ട്. ഇപ്പൊ ഡിഫറെന്റ് നെയിം ആണെങ്കിൽ പ്രശ്നമില്ല, കാരണം എന്താ, റോൾ നമ്പർ 1ഉം അനുഷ, ഇനിയിപ്പോ റോൾ നമ്പർ 5ഉം അനുഷയാണെങ്കിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക ആ 1 എന്ന് പറഞ്ഞ അനുഷയായിരിക്കും, 5 എന്ന് പറയുന്ന ആ കുട്ടിയായിരിക്കും അനുഷ എന്ന് പറയുന്നത്. അതായത് ഓരോ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലാസ്സിലെ നമുക്ക് ആ റിപ്പീറ്റേഷൻ വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോ ഒരു സെമിനാർ ഹാളിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവിടെ റോൾ നമ്പേഴ്സ് ഉള്ളത് ഓരോ ക്ലാസ്സിന്റെ എന്താ 1ഉം 5ഉം റിപ്പീറ്റ് ചെയ്ത് വരാം. ഇപ്പൊ 1ഉം 5ഉം റിപ്പീറ്റ് 1ഉം റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ സ്റ്റുഡന്റ് റോൾ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്താ CS-ലുള്ള റോൾ നമ്പർ 1 ഉണ്ടാവുക, IT-ലുള്ള റോൾ നമ്പർ 1 ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ നെയിമും സെയിം ആയി വരാം, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ കയ്യിലുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഫീൽഡും മറ്റൊരു ഫീൽഡുമായിട്ട് ഫംഗ്ഷണലി ഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ എപ്പോഴും റോൾ നമ്പർ ഫംഗ്ഷണലി എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ റിലേഷൻ എങ്ങനെയാണ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാസ് എങ്ങനെയാണ്, അതിന് വേറൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ക് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റത്തെ റിലേഷൻ നോക്കിയേ, ഇവിടെയുള്ള ഒരു റിലേഷൻ ആണ് ഇത്. അപ്പൊ ഇവിടെ റോൾ നമ്പർ എന്താ 1 2 3 4, റോൾ നമ്പർ എന്താ യുണീക്ക് ആണ്. അപ്പൊ നമ്മൾ T1 of x ഈക്വൽ ടു T2 of x എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എക്സിന്റെ റോൾ നമ്പറിന്റെ വാല്യൂ, റോൾ നമ്പറും നെയിമും എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം എടുത്ത റോൾ നമ്പർ എന്താ, ഡിഫറെന്റ് വാല്യൂസ് ആണ്, റിപ്പീറ്റേഷനേ വരുന്നില്ല. അപ്പൊ സ്റ്റുഡന്റ് റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം നമുക്ക് എന്തായാലും എഴുതാം, അതെന്താണ്, ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് ആണ്. അതേപോലെ സ്റ്റുഡന്റ് റോളിന്റെ കൂടെ ഏത് ഫീൽഡ് വന്നാലും നമുക്ക് എഴുതാം, കാരണം യുണീക്ക് വാല്യൂസ് അഥവാ ഇതൊരു പ്രൈമറി
key ആണ്. Primary key എന്ന് പറഞ്ഞാൽ എന്താ? It is uniquely identify individual tuples in a relation. അഥവാ നമുക്ക് യുണീക്ക് ആയിട്ട് ഓരോ റെക്കോർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രൈമറി കീ ആകുമ്പോൾ ഓപ്പോസിറ്റ് അതിന് എല്ലാ ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്താണ്? ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യും. ഇപ്പൊ സ്റ്റുഡന്റ് റോൾ ബ്രാഞ്ച്, ഇത് ഫങ്ഷണൽ ഡിപെൻഡൻസി എഴുതാം. സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ, അത് നേരെ ഓപ്പോസിറ്റ് ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യുമെന്ന്. ഇപ്പൊ ഇവിടെ അനുഷ നോക്കിയേക്ക്, അനുഷ എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ടേബിളിൽ നമുക്ക് എഴുതാം സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ, രഞ്ജിത്ത്, ഈ വാല്യൂസ് ഒന്നും എന്താ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വാല്യൂസ് വരുവാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈ കേസിൽ നമുക്ക് സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ എഴുതാം. പക്ഷെ ഞാൻ ചോദിക്കുക, സ്റ്റുഡന്റ് നെയിം ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഐഡി എന്താ? ഡിഫറെന്റ് ആയിരിക്കൂലേ? അത് ഇവിടെ ഒരു കേസ് എടുത്തു, ഇതാ വിപിൻ, ഇതിപ്പോ ഒരു സെമിനാർ ഹാളിന്റെ കേസാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താ? ഇനിയിപ്പോ CS തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ വിപിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് നെയിം ഉണ്ടെങ്കിൽ അതിന്റെ ഐഡി എന്താ? രണ്ടാളതും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അതാണ് കേസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന വാല്യൂസിനെ ചെക്ക് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് Y വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കുക. ഇനിയിപ്പം ഇവിടെയാണ് സ്റ്റുഡന്റ് റോൾ നമ്പർ എന്താ? യുണീക്ക് ആയിട്ട് വരും. അപ്പൊ സ്റ്റുഡന്റ് റോൾ നമ്പർ സ്റ്റുഡന്റ് നെയിമിനെ എന്താക്കും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റുഡന്റ് റോളിന് ബ്രാഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം യുണീക്ക് ആയതുകൊണ്ട്. പക്ഷെ തിരിച്ച് സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. കാരണം സ്റ്റുഡന്റ് നെയിം ഇവിടെ വിപിൻ, ഇവിടെ വിപിൻ, പക്ഷെ രണ്ടാളെ റോൾ നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ തിരിച്ച് ഓപ്പോസിറ്റ് സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ എന്ന് എഴുതാൻ പറ്റില്ല. കറസ്പോണ്ടിങ് ഒരേ റോൾ നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് എഴുതാം. അതാണ് കേസ്. അപ്പൊ തന്നിരിക്കുന്നത് ഫങ്ഷണൽ ഡിപെൻഡൻസി T1 of x equal to T2 of x ആണോ എങ്കിൽ കറസ്പോണ്ടിങ് T1 of y equal to T2 of y ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഫങ്ഷണൽ ഡിപെൻഡൻസി, ആ ടേബിളിലെ ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യാം. അപ്പൊ ഫങ്ഷണൽ ഡിപെൻഡൻസി എങ്ങനെ എഴുതാം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നോർമലൈസേഷനിലെ ഡിഫറെന്റ് ഫോംസ് എന്ത് ചെയ്യാൻ പറ്റൂ? പഠിക്കാൻ പറ്റും. അപ്പോ എന്താണ് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വേറൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻസ് ഉണ്ട്, കുറെ റൂൾസ് ആണ് പറയുന്നത്. ആ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ടിപ്പിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ടേബിളിൽ അഥവാ റിലേഷനിലെ ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട്. അപ്പൊ നോർമലി നിങ്ങളെ എക്സ് ആട്രിബ്യൂട്ട്സ് ഒരു പ്രൈമറി കീ അഥവാ അതിന് യുണീക്ക് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല, കാരണം അത് ഫങ്ഷണലി വേറെ ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾ T1 of x equal to T2 of x വെച്ചിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ടേബിളിലെ ഫങ്ഷണൽ ഡിപെൻഡൻസി നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഫങ്ഷണൽ ഡിപെൻഡൻസി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോർമലൈസേഷൻ എന്താണെന്ന് നോക്കാം. നോർമലൈസേഷന്റെ ഡിഫറെന്റ് ഫോംസ്. അപ്പോൾ ഈ നോർമലൈസേഷൻ പെർഫോം ചെയ്യുന്നത് ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെയോ പ്രൈമറി കീന്റെയോ ബേസിക് ഐഡിയാസ് വെച്ചാണ്. അതായത് ഞാൻ നോർമലൈസേഷന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ഡാറ്റ റിഡൻഡൻസിനെ, ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേറ്റ് അനോമലീസിനെ റിമൂവ് ചെയ്യാണ്. പക്ഷെ അത് ആ റിമൂവ് നടത്തുന്നത് ഈ ഫങ്ഷണൽ ഡിപെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫങ്ഷണൽ ഡിപെൻഡൻസി പ്രൈമറി കീ, അതായത് ഫങ്ഷണൽ ഡിപെൻഡൻസിയിലെ ഒരു ആട്രിബ്യൂട്ട് പ്രൈമറി കീ ആണെങ്കിൽ അതിനെന്താവും? എപ്പോഴും യുണീക്ക് ആയിട്ട് വേറൊരു ആട്രിബ്യൂട്ടിനെ ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും ഈ ഫങ്ഷണൽ ഡിപെൻഡൻസിന്റെ കോൺസെപ്റ്റും വെച്ചിട്ടാണ് ഒരു ഡാറ്റാബേസിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ റിഡൻഡൻസിനെ റിമൂവ് ചെയ്യുന്നത്. കൂടാതെ ഫങ്ഷണൽ ഡിപെൻഡൻസിയിൽ തന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസീസും വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോർമലൈസേഷന്റെ 1NF ഫോം ജസ്റ്റ് നോക്കാം. ഈ ഫങ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട് എങ്ങനെയാണ് നോർമലൈസേഷന്റെ ഡിഫറെന്റ് ഫോംസ് പെർഫോം ചെയ്യുന്നതെന്ന്.
Okay, thank you for watching.